ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്സ് ബ്ലോഗ്സ് ഗീസ്. അപ്പോൾ നമ്മളാണെങ്കിൽ റോബ്ലോക്സിലും കാലൊക്കെമായി ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞൊരു ഗെയിം കളിക്കാൻ പോവാണ് ഗീസ്. അപ്പോൾ ഇത് എങ്ങനത്തെ ഗെയിമാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും തുടങ്ങാം ഗീസ്. ബാക്കി കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാവരും റോബ്ലോക്സ് കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഗീസ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഗീസ്. നെക്സ്റ്റ് വീഡിയോയിൽ ഏത് ഗെയിം കളിക്കണമെന്ന് പറയണം ഗീസ്. റോബ്ലോക്സിലെ ഗെയിമുകാരിലൊക്കെ ഏത് കളിക്കണം. നമ്മൾ ഫസ്റ്റ് ഗീസിൽ എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം, നമുക്ക് എന്തായാലും പറ്റുന്നതൊക്കെ എന്തായാലും അപ്ഗ്രേഡ് അടിക്കാം അങ്ങോട്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ടേബിൾ എന്തായാലും നമ്മൾ മാക്സിമം നമ്മൾ കിട്ടുന്ന പൈസ അനുസരിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പം നോക്കുന്നത് $8 എത്ര ഡോളർ ഉണ്ടെന്നത് എവിടെ അറിയാം, മേളിൽ അറിയുമെന്ന് തോന്നി. ഓക്കെ, മേളിൽ കാണാം ഗീസ്. ഓക്കെ, $8 ആയി. അപ്പോൾ അത് നമുക്ക് അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യണമായിരിക്കും മിക്കവാറും ഗീസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളാണ് ഗീസിൽ പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എന്തായാലും ക്ലിക്ക് ചെയ്ത് നമുക്ക് അത്യാവശ്യം പൈസ ആക്കിയിട്ട് വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് പയ്യെ കൊണ്ടുപോകാം ഗീസ്. അതാണ് പ്ലാൻ. ഇനി എന്താവൊന്നും അറിയില്ല. എന്തായാലും നോക്കുവാണെങ്കിൽ $100 കാരണമൊക്കെ വേണമെന്നാണ് ഗീസ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മാക്സിമം പൈസ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് പയ്യെ കൊണ്ടുപോകാം ഗീസ്. എന്നാലേ നമുക്ക് കൂടുതൽ പൈസയും കാരണമൊക്കെ കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് കൂടുതൽ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാം. എന്തായാലും ലെവൽ 10 ആക്കാൻ പറ്റുമോ നോക്കാം ഗീസ്. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര നമുക്ക് എന്തായാലും മാക്സിമം ചെയ്യും. അതത്രയല്ല ഗീസ്. എന്തായാലും നമുക്ക് 10 ആക്കാൻ പറ്റുമെങ്കിൽ 10 ആക്കാം ഗീസ് ലെവൽ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലെവൽ അപ്ഗ്രേഡ് ആക്കാനും പറ്റും. ഏത് ഗീസ് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് പൈസ കിട്ടട്ടെ ഗീസ്. എന്തായാലും നമുക്ക് വേഗം തന്നെ എല്ലാം കൂട്ടാം, പൈസ കൂട്ടാം വേഗം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാം. ഏത് 24 രൂപ കിട്ടി, 10 ആക്കി. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം ആക്കുന്നുണ്ട് ഗീസ്. എന്തായാലും നമ്മളെന്തായാലും ഇത് എത്ര ലെവലാക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫുൾ ആക്കാം ഗീസ്. ലെവൽ എത്ര ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര ഒന്നും തന്നെ ആക്കാം. ഇത് മാക്സ് എനിക്ക് 100-ന് മേളിൽ ലെവലുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും പെർ സെക്കൻഡ് 65 രൂപ കിട്ടുന്നുണ്ട്. അത് പോരാ ഗീസ്. എന്തായാലും ലെവൽ 20 ആക്കാം. എങ്ങനെയെങ്കിലും ലെവൽ 20 ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസയും കാലൊക്കെ കിട്ടും നമുക്ക്. 20 ആക്കാനായിട്ട് ഇനി ഒരു 4 ലെവലും കൂടി മതി. ഇനി എന്താവുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, 485 രൂപ ഇനി കൊടുക്കണം ഗീസ്. എന്നാലേ നമുക്ക് അടുത്ത അപ്ഗ്രേഡ് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നമ്മൾ 20 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം നിലവിൽ 100 രൂപ കിട്ടും. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് പൈസ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ബാക്കി മൊത്തം അപ്ഗ്രേഡ് ചെയ്യാം ഗീസ്. അപ്പുറത്തുള്ളവരുടെ ബേസിങ്ങളൊക്കെ ഇനി എല്ലാം ഏകദേശം സെറ്റ്, 2 പേരുടെ ബേസിങ്ങളൊക്കെ സെറ്റാണെന്ന് തോന്നി. എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും ഇനി അടുത്ത മേടിക്കാം. ഓരോ അപ്ഗ്രേഡിനനുസരിച്ച് അങ്ങ് മേടിച്ച് പോകാം, അതാണ് ഗീസ് നല്ലത്. ഓക്കെ, ലെവൽ 23 ഉണ്ട്. ഇനി അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. നമുക്ക് പെർ സെക്കൻഡ് ഇപ്പോൾ 250-41 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ളത് മതി. എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് പോകാൻ പയ്യ. ഇനി പാത്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി പാത്തിന് 1500 രൂപ ഇനിയും വേണം ഗൈസ്. ഓക്കെ, നല്ല രീതിക്ക് പൈസ പൊട്ടും. എന്തായാലും ബാഡാണ്. നമുക്ക് നോക്കാം. ഓട്ടോ കളക്റ്റിനൊക്കെ 2000 വേണമെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും ഓട്ടോ കളക്റ്റ് ആകുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യം. സാധാരണ ഓട്ടോ കളക്റ്റ് കിട്ടണമെങ്കിൽ തന്നെ നമ്മൾക്ക് റോബക്സും കാലൊക്കെ കൊടുക്കണം. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും തന്നെ പൈസ കിട്ടിക്കോളും. നമ്മളെ വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം മതി. അതെന്തായാലും നല്ല പരിപാടി തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് മാക്സിമം പൈസയും കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാം. ഒരു 500 രൂപ കിട്ടുന്ന പോലെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ പെട്ടെന്ന് പൈസ കൂടിക്കോളും. കുറച്ച് നേരം അത്യാവശ്യം വെയിറ്റ് ചെയ്യാം, അതാണ് ശോകം പൈസ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 600 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്കിപ്പോൾ തൽക്കാലം ഓട്ടോ കളക്റ്റ് ആകുന്നുണ്ടല്ലോ പൈസ. എന്തായാലും അത് വെച്ച് നമുക്ക് എന്തായാലും മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഹോട്ട് ഡോഗ് ഫുഡ് കോർട്ടിന് തന്നെ ഇപ്പം എത്ര രൂപ വരും കേസ്. എന്തായാലും ഇവിടെ എന്തോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ത് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തോ ചെയ്തായിരുന്നു ഗൈസ്, അറിയില്ല എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും പെർ സെക്കൻഡ് പൈസ കിട്ടുന്ന പോക്ക് കണ്ട ഗൈസ്. ഡുമെന്നാണ് ഈ പൈസ കിട്ടുന്നത്. പിന്നെ അല്ല, പെർ സെക്കൻഡ് ഒരു 1000 ആക്കണം. എന്നാൽ അതാകുമ്പോൾ നല്ല പൈസയും കാലൊക്കെ കിട്ടും. അതാണ് നല്ലത്. എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ മോനെ സെറ്റ്
സെറ്റാണ്. കുറച്ച് പൈസ അങ്ങോട്ട് കൂടട്ടെ ഗൈസ്. അതാകുമ്പം കുറേ കിട്ടിയിട്ട് നമുക്ക് പെർ സെക്കൻഡ് 1000 കിട്ടുവാണെങ്കിൽ സെറ്റാണ്. ഓക്കെ, നിൽക്കുന്നത് ഇപ്പിനാണ് ഗൈസ് 5000 ഒക്കെ ആവുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സെറ്റപ്പാണ് എൻ്റെ മോനെ. ഇവിടെ എന്താവുന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും മാക്സിമം ഒരു 1000 അടുപ്പിക്കാം ഗൈസ്. ഓക്കെ, 93. ഇതെന്താടാ 3 വെച്ചാണെന്ന് തോന്നുന്നു. 40 സംതിങ് ലെവലായി. എന്നിട്ട് 3 വെച്ചാണ് ഗൈസ് കൂടുന്നത്. ഓക്കെ, ഇപ്പം സെറ്റായി. ഇപ്പം എന്തായാലും 15000 വേണം ഗൈസ് അടുത്ത ഫുഡ് കോർട്ടിന് വേണ്ടി. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കോർട്ടിന് വേണ്ടി 15000 വേണമെങ്കിലും. പക്ഷെ എൻ്റെ അളിയ ഇവിടെ ഇനി ഇത് അപ്ഗ്രേഡ് ചെയ്ത് എവിടം വരെ ആക്കണമെന്നും പറഞ്ഞാൽ എന്തായാലും പറ്റുന്നത്ര അപ്ഗ്രേഡ് ആക്കാം നമുക്ക്. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് വിടാം. ഓക്കെ, ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത് വിടുന്നതനുസരിച്ച് എനിക്ക് നല്ല പൈസയും കിട്ടും. അത് നല്ല കാര്യമാണ്. ഓക്കെ, പെട്ടെന്ന് പൈസ കിട്ടിക്കോളും. 40000 രൂപയാണ് പെർ സെക്കൻഡ് കിട്ടുന്നത്. അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ സെറ്റാണ്. ഈ ഗെയിം കൊള്ളാം. നമുക്ക് എന്തായാലും മാക്സിമം നമുക്ക് പറ്റുന്ന അത്ര ആക്കാം. ഓക്കെ, പെർ സെക്കൻഡ് ഒരു 1 lakh ആക്കണം. അതാകുമ്പോൾ സെറ്റാണ്. പെർ സെക്കൻഡ് 1 lakh ആക്കി കഴിഞ്ഞാൽ എൻ്റെ മോനെ പെർ സെക്കൻഡ് 1 lakh ഇപ്പം അടിക്കും. കുറച്ചുകൂടി വേണം. ഇപ്പം തന്നെ 3 ലക്ഷം കണ്ടേ. ഓക്കെ, പെർ സെക്കൻഡ് 1 lakh ആയി. ഓക്കെ, ഇപ്പം തന്നെ 1 million എങ്ങാണ്ട് അടിക്കാറായി. ഓക്കെ, ഓട്ടോ കളക്റ്റിൻ്റെ റേറ്റ് നോക്കിയാടാ. ഓട്ടോ കളക്റ്റിൻ്റെ 3 million. 3 million ഒക്കെ പെട്ടെന്ന് അടിക്കുക. അത് വിഷയമൊന്നുമില്ല. 3 million ഉണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്കാം ഗൈസ്. അതിനെക്കുറിച്ച് നമുക്ക് പേടിക്കണ്ട ഗൈസ്. 3 million ഒക്കെ ട്രിംഡുമ്പെന്നും പറഞ്ഞാണ് ആവുന്നത്. അതേ 3 million സംതിങ് ആയി. ഓട്ടോ കളക്റ്റ് ആവുന്നുണ്ട്. അപ്പം ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. നിൽക്കുന്ന പിന്നെ പൈസയും കൂടിക്കോളും. ഇനി പിന്നെ എന്ത് വേണം ഗൈസ് നമുക്ക്. നിൽക്കുന്ന പിന്നെ പൈസയും കൂടും, ഓട്ടോ കളക്റ്റ് ആവും ഏത്. ഓക്കെ, ഇതെന്തായാലും നമുക്കൊരു 1 million ആക്കാം. ഓക്കെ, 1 million ആക്കാം ഗൈസ്. അതെങ്ങനെയെങ്കിലും നമുക്ക് 1 million ആക്കണം. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പൈസയും കിട്ടും. ഏത് 1 million ഒക്കെ പെട്ടെന്ന് അടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. എൻ്റെ മോനെ, എന്തായാലും 1 million ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും പെട്ടെന്ന് പൈസ കൂടുന്നുണ്ടോ? അത് മതി, പൈസ പെട്ടെന്ന് കൂടുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ടാർഗറ്റ് 1 million ആണ്. ഇവിടെ ഹോട്ട് ഡോഗിൻ്റെ ഇവിടെ നമുക്ക് 1 million ആക്കാം. ഇതിപ്പോൾ പൈസ പെട്ടെന്ന് കൂടുന്നുണ്ടായിരുന്നു. മതി എന്തായാലും പൈസ. ഓക്കെ, 1 million ആയി. ഓക്കെ, ഇവിടെ 10 million വേണോടാ. 10 million ഒക്കെ പെട്ടെന്ന് ആവുന്നു. അതുകൊണ്ട് പിന്നെ ചെയ്യില്ല. ഇത് പിന്നെ ഓട്ടോ കളക്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ വിഷയമൊന്നും ഇല്ലല്ലോ ഗൈസ്. ഏതാ എന്തായാലും പെർ സെക്കൻഡ് എന്തായാലും നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. 10 million ഒക്കെ പെട്ടെന്ന് അടിച്ചോളും. പിന്നെ അതുകൊണ്ട് വിഷയമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് 10 million ഇവിടെ അടുത്ത ഭാഗത്ത് നമുക്ക് അൺലോക്ക് ചെയ്യാം. എന്തോന്നൊന്നും അറിയില്ല. അടുത്ത ഭാഗത്ത് നമ്മൾ അൺലോക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തായാലും നമുക്ക് കൊടുക്കാം ഗൈസ്. അത്യാവശ്യം കൊടുത്താലും നമുക്ക് അപ്പം തന്നെ വേഗം തന്നെ കൂടും. അതുകൊണ്ട് വിഷയമില്ല. ഇവിടെ എത്ര million ആണ്. എൻ്റെ മോനെ, ഡെക്കറോ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇനി അത് കൊടുത്ത് നോക്കാം. ഡെക്കറേറ്റ് ആവുമെന്ന് തോന്നുന്നു. അത് കൊള്ളാം ഗൈസ്, ഡെക്കറേറ്റ് ആവും. ഓക്കെ, നീസ് ഇവിടെ 60 million ഫുഡ് ട്രക്കിന്. അപ്പോൾ എത്രമാത്രം പൈസ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. നല്ല രീതിക്ക് പൈസ കിട്ടും ഗൈസ്. പെർ സെക്കൻഡ് 3 million ആക്കിയിട്ടുണ്ട്. 3 എത്രയാണെന്ന് വെച്ചാൽ നോക്കാം ഗൈസ്. പെർ സെക്കൻഡ് എത്ര million ഗൈസ്? പെർ സെക്കൻഡ് 2.7 million കാലിലൊക്കെ കിട്ടും. ഇപ്പം ഗൈസ് 60 million ആവും. കുറച്ചുകൂടി മതി. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പെട്ടെന്നാകും ഗൈസ്. ഇപ്പം തന്നെ 50 million സംതിങ് ആയി. അപ്പോൾ നമുക്ക് ഫുഡ് ട്രക്ക് ഇപ്പോൾ എടുക്കാം. നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഫുഡ് ട്രക്ക് എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈസയും കൂടും ഗൈസ്. ഈ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, പെർ സെക്കൻഡ് 500K ആണല്ലോടാ. അപ്ഗ്രേഡ് ചെയ്ത് പോവാം ഗൈസ്. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്ത് പോവാം. ക്ലിക്ക് ചെയ്യാം ഗൈസ്. ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പെർ സെക്കൻഡ് ഇപ്പോൾ 10 million നമ്മുടെ കയ്യിലുണ്ട്. ഇനിയും നമുക്ക് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നമ്മൾ കൂട്ടും. പെട്ടെന്ന് അടിക്കാറായി ഗൈസ്. എൻ്റെ മോനെ 15 million ആയി. ഇനിയും കൂട്ടാം ഗൈസ്, ഇനിയും കൂട്ടാം. 56 million ഇപ്പം തന്നെ ആയി. ഇതന്നെ നമുക്കൊരു 20, 30 million എങ്കിലും ആക്കണം. എങ്ങനെയെങ്കിലും 30 million.
അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് റിച്ച് ആയത് പെട്ടെന്ന് റിച്ചാണ് ഗൈസ്. അടിപൊളി ഗെയിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, എന്തായാലും ഗെയിം സെറ്റപ്പാണ്. എന്തായാലും കുറച്ച് കഷ്ടപ്പെടണം, ചില്ലറ കഷ്ടപ്പാടൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെടണം, എന്നാലേ ഇത് പെട്ടെന്ന് നമുക്ക് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഗ്രൗണ്ട് മൊത്തം നമുക്ക് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു, വലിയ പിടിയൊന്നുമില്ല എങ്ങനെയാണ്. എന്തായാലും കൊള്ളാം. എന്തായാലും 300 മില്യൺ കൊടുത്ത് നമുക്ക് ഓട്ടോ കളക്ട് സെറ്റ് ചെയ്യാം. ഓട്ടോ കളക്ട് എന്തായാലും ഇനിയിപ്പോൾ തനിയെ ആയിക്കോളും, അതുകൊണ്ട് ഇനി പേടിക്കണ്ട. പെർ സെക്കൻഡ് എത്ര മില്യണാണെന്ന് നോക്കി. ഏതാ പെട്ടെന്നാണ് ഈ പൈസ ഇടുന്നത്, പെട്ടെന്നാണ്. ഓക്കെ, എന്തായാലും 30 മില്യൺ ആക്കാം ഗൈസ്. നമുക്ക് 30 മില്യൺ എങ്ങനെയെങ്കിലും ആക്കാം. എന്തായാലും സെറ്റാണ് ഗൈസ്. ഫുള്ള് 30 മില്യൺ നമുക്ക് എന്തായാലും ആക്കാം. ഓക്കെ, 32.something മില്യൺ ആയി. ഓക്കെ ഗൈസ്, എന്തായാലും ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 400 മില്യൺ. ഇപ്പോൾ 400 മില്യൺ ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 400 സംതിങ് 560 മില്യൺ ആയി. പെട്ടെന്ന് ഐസായത്. ഓക്കെ, സെറ്റപ്പാണ് മൊത്തത്തിൽ. വെയിറ്റ് ചെയ്യും, നമുക്ക് എന്തായാലും ഒന്ന് റെഡിയാക്കാം. ഓക്കെ, എന്താ ഇങ്ങനെ ആയി. ഓക്കെ, റെഡിയാക്കിയിട്ടുണ്ട്. 400 മില്യൺ. ഇനി എന്താ പാത്താണെന്ന് തോന്നുന്നു എന്തോ ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ നല്ല പൈസ പൊട്ടുമെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. എന്തായാലും കൊള്ളാം. ഓക്കെ, അടുത്ത പാത്ത് നമ്മൾ റെഡിയാക്കി. ഇവിടെ എല്ലാം ബില്യൻ്റെ കളികളാണ്. 1 ബില്യൺ ഔട്ട്ഡോർ സീറ്റിങ് എല്ലാം ബില്യൻ്റെ കളികളാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കുടിക്കുള്ളൂ. ഓക്കെ, മില്യണുകളാണ് കിട്ടിപ്പോകുന്നത്. ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് നല്ല രീതിക്ക് പൈസ പൊട്ടും, അതാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എന്തായാലും ഇനിയാണെന്ന് തോന്നുന്നു ഈ ടാസ്ക് പൈസ ഉണ്ടാക്കാനായിട്ട്. ഇനി ഭയങ്കര ടാസ്ക്കാണെന്ന് തോന്നുന്നു പൈസ കിട്ടാനായിട്ട്. അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, പൈസ കിട്ടാൻ ഇനി ഭയങ്കര പാടാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ 1.5 ബില്യൺ ആക്കണം. അതിന് നമുക്ക് അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. 1 ബില്യൺ വരെ പെട്ടെന്നാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാം. അതാണ് ശോകം. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. റോബക്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 8x ഇത് കിട്ടിയേനെ, 8x മണി കിട്ടിയേനെ. ഓക്കെ, ഇത് കൂടാനാണ് ഈ സിനി പാട്. ഇത് എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും കുറച്ച് കൂട്ടാം. അത്യാവശ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെർ സെക്കൻഡ് 44 മില്യൺ ആണ്. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇനിയിപ്പം അപ്ഗ്രേഡ് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് മൊത്തം കൂട്ടിയാക്കും ഗൈസ്. 5 മില്യൺ സംതിങ് ഇനി കിട്ടിക്കോളും. ഇന്ന് ഇത്ര നേരം വെയിറ്റ് ചെയ്താൽ ഇതൊന്ന് ഫുള്ളാക്കണ്ടേ. ഔട്ട്ഡോർ സീറ്റിങ് തന്നെ എത്രയാണ് 1.5 മില്യൺ. അതൊന്ന് നമുക്ക് സെറ്റാക്കണം. ഓക്കെ, ഇത് ആ തുടക്കം വരെ ഇവിടം വരെ സിമ്പിളായി. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണം, അതാ ടാസ്ക്. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ പൊക്കത്തൊക്കെ നോക്കി ഇരിക്കാം ഗൈസ്. എന്തായാലും അപ്പുറത്തുള്ള ബേസൊക്കെ ഒരുവിധമൊക്കെ സെറ്റാക്കി കൊണ്ടുവരുവാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവിടെ ഷെഡ് അൺലോക്ക് ആയിട്ടില്ല. ഓക്കെ ഗൈസ്, പെർ കസ്റ്റമർ 300 മില്യണാ. ഒരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കട്ടെ ഗൈസ്, എത്ര മില്യൺ കിട്ടും. ഒരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ 300 മില്യൺ പ്ലസ് കിട്ടും. എൻ്റെ മോനെ. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് പൈസ ഇങ്ങനെ കൂടിക്കൂടി വരും കേസ്. ഇവർ ഇറങ്ങി കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു പൈസ കൂടിക്കൂടി കിട്ടുന്നത്. എന്തായാലും കൊള്ളാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്ഡോർ സീറ്റിംഗ് ഒന്ന് റെഡിയാക്കണം. എന്തോരം പണി കിടപ്പുണ്ട് കേസ്. ഇതൊക്കെ ഒന്ന് ആക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം കേസ്. എന്തായാലും അടുത്ത 3.5 ബില്യൺ നമുക്ക് എടുക്കണം. ഓക്കെ, 3.5 മില്യൺ നമ്മൾ സെറ്റ് ആയില്ല. അവിടുത്തെ പായി കാണും. ഓക്കെ, 3.5 മില്യൺ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത 1 ബില്യൺ ആണ് പെർ കസ്റ്റമർ. ഓക്കെ, പെട്ടെന്ന് കയറി വരണുണ്ട്. വലിയ വിഷയമില്ലാതെ പെട്ടെന്ന് നമുക്ക് സെറ്റായിക്കൊണ്ട് വരാം.
ഏത് ഗീസ്? ഓക്കെ, കസ്റ്റമേഴ്സും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മോനെ പെട്ടെന്നാണ് നൈസാകുന്നത്. എന്തായാലും ഇനി നമുക്കൊന്നും ചെയ്യണ്ട. നൈസിൽ ഇവിടെ നമുക്ക് പയ്യെ അപ്ഗ്രേഡ് ചെയ്യാം. അടുത്ത ഭാഗത്ത് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പുറത്തുനിന്ന് നമുക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ വിഷയമില്ല. ഇവിടെ ഈ ഏരിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല റിച്ച് ആൾക്കാർ. ഈ വണ്ടി ഇടിച്ചതിനെ പോലെ പറ്റുക ഇല്ല, ഈ വണ്ടി ഇടിച്ചതിന് ഒന്നും പറ്റത്തില്ല. അവിടെ നിന്നിട്ട് പറ്റുമായിരിക്കും. ഓക്കെ, അടുത്ത ടെൻറ്റിന് തന്നെ 4 മില്യൺ. ഓഫ്, ടെൻറ്റ് ഫ്ലോറാ. എനിക്ക് ആ ടെൻറ്റാണെന്ന് തോന്നി. അതാണെന്ന് തോന്നുന്നു സംഭവം. അത്യാവശ്യം നേരെ എടുക്കുക, ഇത് നമുക്ക് ആക്കി എടുക്കണമെങ്കിൽ. ഓക്കെ, സപ്പോർട്ട് ബീംസാ, എന്താണാവുക അതൊക്കെ. ഓക്കെ, ഇതിന് 14 മില്യണാ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ 14 മില്യണൊക്കെ എപ്പാവനാ? ഓക്കെ, 5 മില്യൺ നമ്മൾ കൊടുത്തിരുന്നത് ടെൻറ്റ്. എനിക്ക് തോന്നേ അപ്പുറത്ത് അതേപോലെ ടെൻറ്റ് അടിക്കാനൊന്നും, ടെൻറ്റ് റൂഫ് തേണ്ട് എന്തോ പരിപാടിയാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. തുടക്കത്തെ മനസ്സിലായി, പക്ഷെ ഇവിടെ ഒരു കിണ്ടി മനസ്സിലാകണ്ട. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഗീസ് റോബോസ് കളിക്കുന്ന മച്ചാമാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ അടിക്കുക വെക്കാൻ മറക്കല്ലേ എൻ്റെ മോനെ. എന്തായാലും കൊള്ളാം. അടുത്ത ടെൻറ്റ് റൂഫ് സെറ്റ് ചെയ്ത് ഇനി കൗണ്ടറാ. ഇതിന് 6 ബില്യൺ പ്ലസ് ഉണ്ട്. $6 ബില്യൺ വേണം. ഏതാന്ന് നോക്കിയേ, കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണം. 300 ബില്യണാണ്. 1 ബില്യൺ വെച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കൗണ്ടറിൽ. എൻ്റെ മോനെ, എന്തായാലും കുറച്ച് ബാഡാണ് ഈ ഇത് കുറേ നേരം നമ്മൾ പണിയെടുക്കണം. നമുക്ക് എന്തായാലും പറ്റുന്ന അത്ര പണിയെടുക്കാം ഇന്ന്. എന്തായാലും 6 ബില്യൺ. ഓക്കെ, കൗണ്ടർ സെറ്റ് ചെയ്ത്. ഓക്കെ, ഫുഡ് ആൻഡ് ഓവൻ നമുക്ക് സെറ്റാക്കാം. അതിന് 10 ബില്യൺ വേണം ഗീസ്, 10 ബില്യൺ. എന്തായാലും വലിയ സീനില്ല. പെട്ടെന്ന് കയറി വന്നു തന്നെ നമുക്ക് സെറ്റാണ്. പെട്ടെന്ന് കൊണ്ടുവരാം, അതുകൊണ്ട് പിന്നെ വിഷയമില്ല. ഓക്കെ, 10 ബില്യൺ കുറച്ചുകൂടി മതി. ഇപ്പം 7 ബില്യണായി. ഇങ്ങനെ കയറി വന്നാൽ മതി. എന്തായാലും ഇവിടെ എന്തോ സെറ്റപ്പെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും ഇപ്പോൾ 10 ബില്യൺ അടിക്കാറായി. ഓക്കെ, എന്തായാലും 10 ബില്യൺ ഇപ്പം ഗീസ് 10 ബില്യൺ അടിച്ച്. എന്തായാലും 14 ബില്യൺ അടിച്ച്. ഇവിടെ ഇതെന്ത് ഇവിടെ പാത്താണെന്ന്. ഓക്കെ, ഒരു സെക്കൻഡ് എത്ര ബില്യണാന്ന് നോക്കിയടാ. 100 ബില്യൺ പ്ലസ് കിട്ടിയടാ. 200 സംതിങ് ബില്യൺ കിട്ടി. ഓട്ടോ കളക്റ്റിൻ്റെ ഇത് നോക്കിയേ, ഭയങ്കര പാടാ ഓട്ടോ കളക്റ്റൊക്കെ. എത്ര നേരം എടുക്കും ഓട്ടോ കളക്റ്റൊക്കെ ആവാനായിട്ട്. ഏതാ ഓട്ടോ കളക്റ്റൊക്കെ 80 മില്യൺ വേണം. ഇത് ഇച്ചിരി പാടാണ് ഗീസ് ഓട്ടോ കളക്റ്റൊക്കെ ആക്കാനായിട്ട്. എന്തായാലും കുറച്ച് നേരം ടൈം പിടിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഓട്ടോ കളക്റ്റ് ആകാൻ നല്ല പാടാം. എന്തായാലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് നൈസിൽ കൊണ്ടുപോയത് എത്ര വരെ ആക്കാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഇത് പെട്ടെന്നായി വരുന്നുണ്ട്. റോബക്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം. 49 റോബക്സ് കൊടുക്കണം, അതാണ്. എന്തായാലും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഗൈസ്. എത്ര നേരം കൊണ്ടായിരിക്കും ഇത് സെറ്റാക്കാൻ പറ്റുന്നതെന്നും അറിയില്ല. നമുക്ക് നോക്കാം. എൻ്റെ മോനെ ഗീസ്, എന്തായാലും നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണാം ഗീസ്. ഇത് കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊന്ന് ഓട്ടോ കളക്റ്റ് ഒന്ന് ആക്കാറായിട്ട് നമുക്കൊന്ന് കാണാം. വെയിറ്റ് ചെയ്യ് ഗീസ്. ഇപ്പം നമ്മളാണെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഇവിടെ നമ്മൾ അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 96 ബില്യൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോ കളക്റ്റിംഗ് കാലൊക്കെ ഓണാക്കാം. ഓട്ടോ കളക്റ്റിംഗ് കാലൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്.
എന്തായാലും നമ്മൾ അത്യാവശ്യം എല്ലാവരും ഇവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടേബിളിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ പെർ കസ്റ്റമർ എന്തായാലും 10 ബില്യൺ കാണലൊക്കെയാണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണലൊക്കെ എന്തായാലും പൈസയും കാണലൊക്കെ കൂടിക്കുള്ളൂ. അതുകൊണ്ട് വേറെ ഒരു സീനും ഇല്ല. എന്തായാലും ഇവിടെ 28 മില്യൺ കാണലൊക്കെ കൊടുക്കണമെന്ന് അത് കൊടുത്തിട്ടുണ്ട്. നല്ല പാത്തം കാണലൊക്കെ കാണലൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 180 ബില്യൺ കാണലൊക്കെ കൊടുക്കണം. എന്തായാലും നമുക്കിവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. ഇവിടെ പെർ കസ്റ്റമറിനെക്കാളൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ റിച്ച് ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ പെർ കസ്റ്റമറിനെക്കാളൊക്കെ 10 മില്യൺ കാണലൊക്കെ കിട്ടും ഗൈസ്. 10 ബില്യൺ അത് നമുക്ക് അത്യാവശ്യം നമുക്ക് എന്തായാലും ഇവിടെ അപ്ഗ്രേഡ് ആക്കുകയും ചെയ്യും. ഏത് ഗൈസ് എന്തായാലും നമുക്കിനിയിപ്പം പൈസയുടെ നിറഞ്ഞു കിടക്കും ഗൈസ്. പൈസ കുറേ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനിയിപ്പം മോർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 150 ബില്യൺ കാണലൊക്കെ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ കുറേ നേരങ്ങളിലൊക്കെ എന്തായാലും അത്യാവശ്യം നമ്മൾ കുറേ നേരങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് എന്തായാലും പെട്ടെന്ന് ആയിക്കോളും ഗൈസ്. അതുകൊണ്ട് വേറെ സീനൊന്നും വരത്തില്ല, പെട്ടെന്ന് ആയിക്കോളും. അതുകൊണ്ട് പിന്നെ വേറെ സീനൊന്നും വരത്തില്ല. അതാണ് പറഞ്ഞത് ഗൈസ്. നോക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഗൈസ് അപ്പോൾ എന്തായാലും സെറ്റാണ്. 80 ബില്യൺ കാണലൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ എന്തായാലും ഫുള്ള് സെറ്റപ്പാണ് ഗൈസ്. എന്തായാലും ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 100 ബില്യൺ കാണലൊക്കെ ആയി. ഇനി 80 കൂടി കിട്ടിയാൽ 180 ബില്യൺ കാണലൊക്കെ അടിക്കും ഗൈസ്. എൻ്റെ മോനെ ഗൈസ് അപ്പോൾ ഫുള്ള് സെറ്റപ്പാണ് ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെ മോനെ എന്തായാലും ഇപ്പം 136 ബില്യണായി. ഇവിടെ അത്യാവശ്യം കസ്റ്റമേഴ്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ 140 ബില്യണായി. ഓക്കെ ഇവിടെ 180ആയി. ഇപ്പം 180 അടിക്കാറാവും ഗൈസ്. 167 പെട്ടെന്നായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ 150 ബില്യണാണ്. ഇവിടെയൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ പെർ കസ്റ്റമർ 16 ബില്യണാണ് ഗൈസ്. ഏതാ എന്തായാലും അടുത്ത കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് എവിടെയാണ് ഗൈസ്? ഇനി അടുത്ത പത്തുംകാലിലൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മോനെ ഈ സംഭവം തെറ്റാണ്. ഓ ഗൈസ് എൻ്റെ മോനെ ഗൈസ് എന്തായാലും നമുക്ക് അടുത്ത പാത്തും കൂടി അൺലോക്ക് ചെയ്യും ഗൈസ്. അടുത്ത പാത്ത് അൺലോക്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. എന്തായാലും ഇപ്പം 100 ബില്യണും കാറിലൊക്കെ ആയി. എൻ്റെ മോനെ ഗൈസ് എന്തായാലും നോക്കുവാണെങ്കിൽ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ കേസിൽ 220 ബില്യൺ അടിക്കാറായി. കുറച്ചുകൂടി മതി ഗീസ്. എന്തായാലും നമ്മൾ കുറച്ചുകൂടി മതി. 220 ഇപ്പോൾ ആകും ഗീസ്. എൻ്റെ ആളിയാ ഗീസ് ഇപ്പം അടിക്കും ഗീസ്. ഒക്കെ 220 ആയി ഗീസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 കാണാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ ഗീസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോകളൊക്കെ ഗീസ് ഇത്ര ഗീസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ഗീസ് എല്ലാവർക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും റോബ്ലോക്സ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ പാർട്ട് 2 കാണാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സെറ്റാക്കാവുന്നതാണ് ഗീസ് നെക്സ്റ്റ് വീഡിയോ കാണാനൊക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര ഗീസ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.